ഡോക്ടർ ജി ഗംഗാപ്രസാദ് ഇൻറ്റൻസിവിസ്റ്റാണ്. ഡോക്ടർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ICUവിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളുടെ അവരുടെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ അവരുടെ മറ്റ് സപ്പോർട്ടീവായിട്ടുള്ള കെയറുകളെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ICUവിൽ അഡ്മിറ്റ് ചെയ്തൊരു രോഗിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ ഒരാളുടെ രോഗിയുടെ ഭക്ഷണം ആയിരിക്കില്ല. പ്രത്യേകിച്ച് ബോധാവസ്ഥയിലല്ലാത്ത രോഗികളുണ്ടാവാം. ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ് ICUവിൽ കെയർ ചെയ്യുന്നത്? പൊതുവെ നമുക്ക് ICUവിലുള്ളത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ്. പ്രത്യേകിച്ച് ഓർമ്മ കുറഞ്ഞ ആൾക്കാരും വളരെ അസുഖം കൂടിയ ആൾക്കാരുമാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മ കുറഞ്ഞ ആൾക്കാരിൽ നമ്മൾ പൊതുവെ ചെയ്യുന്നത് ഒരു റൈൽസ് ട്യൂബ് എന്ന് പറയുന്നൊരു ഫീഡിങ് ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ആമാശയത്തിലേക്ക് ഇടുകയാണ്. അതുവഴിയാണ് പൊതുവെ ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നത്. ന്യൂട്രീഷൻ കൊടുക്കുന്ന രീതി നമ്മൾ ഡയറ്റീഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓരോ രോഗിയുടെയും പോഷക ആവശ്യം നമ്മൾ അളന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവെ കിച്ചൺ ഫീഡ് എന്നത് പൊടിച്ചിട്ട് ഒരു ദ്രാവക രൂപത്തിലാക്കി ഒരു ബാഗിലൂടെയാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത്. അത് പൊതുവെ ഓരോ രോഗിക്കും അത് പ്രത്യേകമായിരിക്കും. അവരുടെ പല ഇൻവെസ്റ്റിഗേഷനൊക്കെ നോക്കിയായിരിക്കും കൊടുക്കുന്നത്. പൊട്ടാഷ്യം, കാൽഷ്യം ഒക്കെ നോക്കിയായിരിക്കും കൊടുക്കുന്നത്. ഈ ICUവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ നഴ്സിംഗ് കെയർ ആണ്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നഴ്സിംഗ് കെയറിൻ്റെ മേധാവിയായിട്ടുള്ള സിസ്റ്റർ അന്നമ്മ വർഗീസ് ഇവിടെയുണ്ട്. സിസ്റ്റർ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ന്യൂട്രീഷൻ്റെ കാര്യം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ രോഗിയുടെ മറ്റ് സപ്പോർട്ടീവ് കെയറുകൾ. ഉദാഹരണത്തിന് സ്ഥിരമായി രോഗി കിടക്കുമ്പോൾ ബെഡ് സോർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നഴ്സിംഗ് കെയറിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ഒന്ന് പറയാമോ? നമ്മൾ ICUവിൽ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റുട്ടീനായിട്ട് ഒരു നഴ്സിന് നമ്മളൊരു പൊസിഷൻ കൊടുക്കുകയാണ്. അതായത് ഒരു ഷിഫ്റ്റിൽ നമ്മൾ SOS ചാമ്പ്യൻ പറഞ്ഞിട്ട് ഒരാളെ ഇടും. ആ ആളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ബെല്ലടിക്കുക. ആ സമയത്ത് എല്ലാ സ്റ്റാഫിനെയും റിമൈൻഡ് ചെയ്ത് അവർക്ക് അതായത് ആ പേഷ്യൻറ്റിന് അവർക്ക് ബാക്ക് കെയർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തും. അതായത് വെന്റിലേറ്റർ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 4-5 ആളുടെ സഹായത്തോടെയാണ് നമ്മൾ ബാക്ക് കെയർ കൊടുക്കുന്നത്. അല്ലാത്ത സാധാരണ പേഷ്യൻ്റ് ആണെങ്കിൽ, വെന്റിലേറ്റർ ഒന്നും അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 2 പേര് മതി. എന്നിട്ട് നമ്മൾ അവർക്ക് സെക്കൻഡ് അവറിൽ നമ്മൾ അവർക്ക് സ്കിന്നിന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ മറ്റ് ബാക്ക് കെയറും ബെഡ് സോറും പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ICUവിൽ ഈ ICUവിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബെഡിലും നമുക്ക് ആൽഫ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരമാവധി അത് വെച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് അവറിൽ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു സിംറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് തന്നെ ഒരു കാവിലോൺ എന്ന് പറഞ്ഞൊരു സ്പ്രേ യൂസ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ആൽഫ ബെഡ് എന്നാൽ എന്തുകൂടിയെന്നൊന്ന് പറയാമോ? ഇതാണ് ആൽഫ ബെഡ്. ഇതിൽ ഓരോ സെൽസും ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉണ്ടാവും. ഒരു സമയത്ത് എയർ ആണുള്ളത്. ഇത് ഓരോ സമയത്തും ഓരോ സൈഡിൽ പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം നമുക്ക് ഓരോ സൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ബെഡ് സോർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അധികം ആളുകൾക്ക് അറിയാത്ത, എന്നാൽ ഡോക്ടർമാർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ രക്തക്കുഴലിന് അകത്ത് അപ്രതീക്ഷിതമായി രക്തം കട്ടപിടിക്കാൻ സാധ്യത, അതേക്കുറിച്ച് പറയാം. അത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന വളരെ നാളിങ്ങനെ കിടക്കുന്നു പോകുന്ന രോഗികളിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലാം. അത് പലയിടത്തേക്ക് തെറിച്ചു പോയി തലച്ചോറിലേക്കും ലങ്സിലേക്കും ഒക്കെ പോകാം. അപ്പോൾ അത് വളരെ അപകടകരമാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാന ലക്ഷ്യം. ഫ്ലോട്രോൺ പമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പ്രഷർ ഇങ്ങനെ കാലിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, പിന്നെ നമ്മൾ പല മരുന്നുകളും ഉപയോഗിക്കാറുണ്ട് ഈ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ളത്. അതാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. ഈ രോഗി പ്രത്യേകിച്ച് അബോധാവസ്ഥയിലാണെങ്കിൽ അവർക്കിപ്പോൾ വേദന ഉണ്ടെന്ന് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുക? രോഗിയുടെ ആശയവിനിമയം ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുമായിട്ടോ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുറച്ചെങ്കിലും ഓർമ്മയുള്ളവരോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ രോഗിയാണെങ്കിൽ നമ്മൾ പലതവണ പേരുകൾ വിളിച്ചു നോക്കുകയും അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, തലേദിവസത്തെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ഇന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അത് എങ്ങനെയുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ടോ, വേദന കൊടുത്തു നോക്കുമ്പോൾ കൈ അതിലേക്ക് വേദന അറിയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വേദന രോഗിക്കുണ്ടെങ്കിൽ മുഖവും പിന്നെ പല വൈറ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. പൾസ് കൂടുക, BP കൂടുക, അങ്ങനെയൊക്കെ വെച്ച് അത് വെച്ച്. പക്ഷേ നമ്മൾ പൊതുവെ വെന്റിലേറ്ററുള്ള രോഗിക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഈ ട്യൂബ് കാരണം കാണും. അവർക്ക് നമ്മൾ പൊതുവെ ചെറിയ സെഡേഷൻ കൊടുക്കാറുണ്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ
അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഇൻറ്റുബേറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ തൊട്ടടുത്ത ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, കെയർ ചെയ്യുക എന്നുള്ളതൊക്കെ സംസാരിക്കുന്നത് ഇവിടുത്തെ ചീഫ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീകാന്ത്, പിന്നെ കൂടെ ഇൻറ്റൻസീവിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നിയാസും ഉണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു രോഗി എങ്ങനെയാണ് പരിചരിക്കുന്നത്? ഒരുപാട് ദിവസങ്ങൾ ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ അവർ ഒരു വെന്റിലേറ്ററായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ തന്നെ പ്രൊലോങ് ബെഡ് റിഡൻ്റെ ഭാഗമായിട്ട് മസിൽസ് എല്ലാം ശോഷിപ്പ് വരാം ഒരുപാട് ദിവസം. അപ്പം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് എത്തി എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സിവിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ചെസ്റ്റ് ഒരുപാട് കഫക്കെട്ടുണ്ടാവും, പേഷ്യൻറ്റിന് ഒരുപാട് കഫക്കെട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ദിവസം കിടന്നിട്ട് ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും നമ്മൾ. കാരണം മസിൽസിനൊക്കെ ഒരു എന്താ പറയുക ശോഷിപ്പ് വരിക. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചെസ്റ്റിൽ നിന്ന് കഫം പുറത്തെടുക്കാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ചെസ്റ്റ് പെർക്കഷൻസ്, വൈബ്രേഷൻസ്, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയവ. അതുകൂടാതെ നമ്മൾ മസിൽ പവർ അസസ് ചെയ്തിട്ട് മസിൽ പവറിൻ്റെ അസസ്മെൻറ്റ് നടത്തിയിട്ട് പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ ഗ്രേഡഡ് എക്സസൈസുകൾ നമ്മൾ കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്? ഈ പേഷ്യൻ്റ് 1-2 ആഴ്ചയായിട്ട് വെന്റിലേറ്ററിലായിരുന്നു പേഷ്യൻ്റ് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിവിയർ സെക്രീഷൻസ് ആയിരുന്നു, അതായത് നല്ല കഫക്കെട്ടായിരുന്നു പേഷ്യൻ്റ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻറ്റിനെ നമ്മൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തു. പേഷ്യൻ്റ് ഇപ്പം നന്നായിട്ട് ഒബേയിങ് ആണ്, ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇതാണ് നമ്മളെ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എന്നുള്ള സാധനം. ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി ഇത് നമ്മൾ കാണുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും ഇത് പക്ഷേ ഫസ്റ്റ് വി ഹാവ് ടു കൺവിൻസ് ദി പേഷ്യൻറ്റിന് മനസ്സിലാവണം ഇത് എങ്ങനെ വലിക്കുന്നത്. കാരണം ഒരുപാട് പ്രാവശ്യം നീട്ടി വലിച്ച് വിട്ട് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് വരാം. സോ പേഷ്യൻറ്റിനോട് പറഞ്ഞ് ആദ്യം കൺവിൻസ് ചെയ്തിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഉപ്പ ഇത് നമ്മൾ വായിൽ വെക്കുക. വായിൽ വെച്ചിട്ട് മൂന്ന് ബോളുണ്ട്. ഓക്കെ, 3 ബോളുണ്ട്. നമ്മൾ നന്നായിട്ട് ശ്വാസം വലിച്ചു വിടുന്നതിനനുസരിച്ചിട്ട് ബോൾ പൊങ്ങും. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും ശ്വാസകോശങ്ങളിലേക്ക് ശരിക്കും വായു എത്തും കേട്ടോ. നന്നായിട്ട് വലിക്കുന്നതിനനുസരിച്ച് ശക്തിയായിട്ട് ഒന്ന് ഉപ്പയുടെ ഇതിനനുസരിച്ചിട്ട് കേട്ടോ. ഇതിനനുസരിച്ചിട്ട് ആദ്യം പുറത്തേക്ക് ഈ കാണിക്കൂ. പൂട്ടിക്കോളൂ, വാ പൂട്ടിക്കോളൂ. എന്നിട്ട് ഊതിക്കോളൂ കുഴലിൻ്റെ അകത്തേക്ക്. ഊതു ശക്തമായിട്ട്. ഇനി നീട്ടി വലിക്കൂ. എന്നിട്ട് നീട്ടി വലിക്കൂ. ഇന്ന് വലിക്കൂ. മേപ്പോട്ട് വലിക്കൂ. വലിക്കൂ. നന്നായിട്ടൊന്ന് വലിക്കൂ. നന്നായിട്ട് വലിക്കൂ ഉപ്പ. വെരി ഗുഡ്. ഒന്നുകൂടി നന്നായിട്ട് വലിക്കൂ. അത് തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ. ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി നമ്മൾ ഒരു ഇൻസെൻറ്റീവാണ് പേഷ്യൻറ്റിന് കിട്ടുന്നത്. ഓക്കെ, സപ്പോസ് ഒരു ബോളാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എയർ എൻട്രി കുറച്ച് എത്തുന്നു. 2 ബോൾ പൊക്കി അവിടെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പറയാറ്. അതിനനുസരിച്ചിട്ട് ലങ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നു. മറ്റെന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ അത് ഇപ്പം നമ്മൾ വൈബ്രേറ്റർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നുമില്ല, ഒരു നെഞ്ഞിലൊരു വൈബ്രേഷൻ സെൻസാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കഫത്തിനെ നമ്മൾ ഇളക്കുക. മെയിൻ എയർവേയിലേക്ക് കൊണ്ടുവന്നിട്ട് ചുമപ്പിച്ചിട്ട് പേഷ്യനെ എക്സ്പെൽ ഔട്ട്. ഡോക്ടർ, ഇങ്ങനത്തെ പേഷ്യൻസ് എത്ര നാൾ ഇത്തരം സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും? റീഹാബിലിറ്റേഷൻ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? ഇവിടുന്ന് ഒരു 1 വീക്ക് ഉണ്ടാവും ഇവിടെ. ആൻഡ് പോസ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് വരെ ചെയ്യേണ്ടി വരും. ഈ ICU സൈക്കോസിസ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ. അതിനകത്ത് ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചുമരുകൾക്കും ഈ പ്രത്യേക ഒരു അന്തരീക്ഷത്തിനകത്തും 1-2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഭൂമിയുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത, അതിനൊക്കെ ഒരുപാട് തീർച്ചയായും. കാരണം ഈ 4 ചുമര് മതിലുകൾ മാത്രമേ കാണുന്നുള്ളൂ പേഷ്യൻറ്റ്. അപ്പം പേഷ്യൻറ്റിന് ഒന്നാമത് ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല, എത്രയാണ് സമയം എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ICU സെറ്റപ്പ് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പല ക്ലോക്കുകളും കാണാം. അതെന്ന് പറഞ്ഞാൽ ടൈം ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പേഷ്യൻ്റായിട്ട്, നന്നായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് വന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടാവും പേഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്യും. സാധാരണ ഗതിയിലുള്ള ജീവിത അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്ന രോഗിയെ നമ്മൾ ICUയിൽ നിന്ന് വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആഫ്രോ അമേരിക്കൻ നർത്തകിയും ഗായികയും എഴുത്തുകാരിയുമായ മായ ആഞ്ചലോ
ആതുര ശുശ്രൂഷ പ്രവർത്തകരോടായി ഇങ്ങനെ പറയുന്നു. അവർ ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഓർത്തിരിക്കാനിടയില്ല, പക്ഷേ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറി എന്നത് എക്കാലവും ഓർമ്മിക്കപ്പെടും. സ്റ്റെതസ്കോപ്പിൻ്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം.